നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത കരുണയാലും സ്നേഹത്താലും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടെല്ലാവരോടും ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ ഈ സമയം കർത്താവ് ഇങ്ങനെ ഒരുക്കി തന്നതിനായി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാനൊരു ചെറിയ ചിന്തയ്ക്ക് അവരുടെ ഹൃദയത്തെ തൊട്ട ഒരു വാക്യം, യിരെമ്യാ പ്രവചനം അതിൻ്റെ 9-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീനെന്ന്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീനെന്ന്. ഇസ്രായേൽ ജനം അന്ന് പ്രവാസികളായി അവർ പിടിക്കപ്പെട്ടവരായി പ്രവാസത്തിലേക്ക് പോയ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യിരെമ്യാവിലൂടെ അരുളി ചെയ്ത വചനമാണിത്. സ്ത്രീകളെ, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീനെന്ന്. നാം ഒരു കാര്യം അനുഭവിക്കാറുണ്ടോ? ദൈവം ആളയച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളത്വമായി ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൂട്ടി തൻ്റെ തൃപ്പാദത്തിൽ അന്ന് മറിയ ഇരുന്ന ആ പാദത്തിൽ മാർത്തയോട് കർത്താവ് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. മറിയെ നോക്കിക്കൊണ്ട് കർത്താവ് മാർത്തയ്ക്ക് പറഞ്ഞു കൊടുത്തു, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ആരും അപഹരിക്കില്ല. അങ്ങനെ ആർക്കും അപഹരിക്കാൻ പറ്റാത്ത, ആർക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്കോ നമ്മുടെ കഷ്ടത നിറഞ്ഞ സാഹചര്യങ്ങൾക്കോ നാം നേരിടുന്ന ദുരനുഭവങ്ങൾക്കോ നമ്മുടെ അനാരോഗ്യത്തിനോ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കോ ആരുമില്ലായ്മയ്ക്കോ ഒന്നും അപഹരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു നിധി യേശുവിൻ്റെ പാദത്തിലിരുന്ന് പ്രാപിക്കുവാൻ വേണ്ടി ആളയച്ച്, പരിശുദ്ധാത്മാവിനെ അയച്ച് വിളിച്ചുകൂട്ടിയ ഒരു കൂട്ടമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഈ ദൈവവചനത്തിൽ പറയുകയാണ്, ആളയച്ച് സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീനെന്ന്. എന്തിനാണ് നമ്മെ ആളയച്ച് ദൈവത്തിൻ്റെ സ്നേഹം വിളിച്ചു വരുത്തുന്നത്? അവിടെ പറയുന്നുണ്ട്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ എന്ന്. നാം ജീവിക്കുന്നത് ഒരു വല്ലാത്ത തലമുറയുടെ നടുവിലാണ്. ദൈവവചനത്തിൻ്റെ മധുരം നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ നടുവിൽ ദൈവവചനത്തിൻ്റെ മാധുര്യം നുകരുവാനും ദൈവവചനപ്രകാരമുള്ള വിശുദ്ധിയിൽ ജീവിപ്പാനും ആഗ്രഹമില്ലാത്തൊരു തലമുറയുടെ നടുവിലാണ് ഈ കാലങ്ങളിൽ നാം ജീവിക്കുന്നത്. ദൈവഭയമില്ല, ദൈവത്തെ മുൻനിർത്തി ഓരോ കാര്യങ്ങൾക്കും നീങ്ങണമെന്നും ചെയ്യണമെന്നുമില്ല ചിന്താഗതിയില്ലാത്ത ആളുകളുടെ നടുവിൽ നമ്മെ ദൈവം ആളയച്ച് വിരുത്തിക്കൊണ്ട് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാടത്തക്കവണ്ണം, കണ്ണുനീർ ഒഴുകത്തക്കവണ്ണം, നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണം വിലാപം കഴിക്കുന്ന ഒരു കൂട്ടമായി നാം നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആളയച്ച് വിരുത്തുകയാണ്. ഞാനിങ്ങനെ വായിച്ചു, അനുഗ്രഹീതനായ ചാൾസ് സ്പർജൻ ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ മകനോ മകളോ ഒരു പെട്ടെന്ന് അകാലത്തിൽ നിങ്ങളെ വിട്ടുപോയി എന്ന് സങ്കല്പിക്കൂ. അവൻ്റെ ശവശരീരത്തിൻ്റെ അടുക്കൽ നിങ്ങൾ സങ്കടത്തോടെ വിലപിച്ച് കരയേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾക്ക് ആ മകൻ ഒരുപക്ഷെ ആ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ആ ശവമഞ്ചത്തിനരികത്തിരുന്ന് നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് വിലപിച്ച് കരയുമ്പോൾ ആ മകൻ ശവമഞ്ചത്തിൽ കിടന്ന് ഒരുപക്ഷെ നിങ്ങളോട് ഇപ്രകാരം വിളിച്ചു പറയും, എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെ ഉദാസീനതയാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ കണ്ണുനീരോടുകൂടി ഇല്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് ഒരമ്മയ്ക്കോ ഒരപ്പനോ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഞാനത് വായിച്ച് എൻ്റെ ഉള്ള് പെട്ടെന്നൊന്ന് തകർന്നുപോയി. കാരണം ഞാൻ ഓർത്തു, മക്കൾ നമ്മുടെ ഉദാസീനതകളിലേക്ക് നോക്കി, നമ്മുടെ പ്രാർത്ഥനയില്ലായ്മയിലെ നോക്കി, നമ്മുടെ ദൈവാശ്രയമില്ലാത്ത ജീവിതത്തിലേക്ക് നോക്കി, ഈ ലോകത്തിലെ പലതിലേക്കും ബന്ധപ്പെട്ടും പലതിനെ ചൊല്ലിയും പലതിലേക്ക് ചാഞ്ഞും ജീവിക്കുന്ന നമ്മളെ ഒരു യുവതലമുറ നോക്കിക്കൊണ്ട് ഉദാസീനതയായി ജീവിക്കുന്ന അപ്പ എന്നും പ്രാർത്ഥനയില്ലാത്ത അമ്മയെന്നും വിളിക്കേണ്ട ഒരു കാലം, ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാനാകും? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവിനെന്ന്. ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. ഞാൻ ആ വാക്യം വായിച്ച് കുറച്ചു നേരം ഞാനതിലിങ്ങനെ ധ്യാനിച്ചു, കർത്താവെ, നിൻ്റെ സ്നേഹം എന്തിനാണ് ഞങ്ങളെ നിൻ്റെ ചാരത്തേക്ക് വിളിച്ചു വരുത്തുന്നത്?
ഹൃദയത്തിലൊരു സമാധാനം കിട്ടണം. ശാന്തതയുള്ളൊരു കുടുംബജീവിതം നമുക്ക് ഓരോരുത്തർക്കും വേണം. സ്വസ്ഥതയുള്ള സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ കൊതിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ കർത്താവിൻ്റെ വചനം നമ്മെ വിളിച്ചു വരുത്തുന്ന ഒന്നാമത്തെ കാര്യം യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പീൻ, നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ എന്ന്. ദൈവത്തിൻ്റെ വചനം സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. നാം കേൾക്കേണ്ടത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നാം വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ടത്. ഈ വചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ എന്ന്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന, നമ്മെ തിരുത്തുന്ന, നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന, നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന, നമ്മുടെ മുഖത്തെ മിനുക്കുന്ന അപ്പമായി ദൈവത്തിൻ്റെ വചനം കേൾപ്പീനെന്ന്. ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവരായി നിൽക്കുന്നൊരു കൂട്ടമാകുവാൻ ദൈവം വിളിക്കുകയാണ്. വചനം കേൾക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ആനന്ദം തരുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം കേട്ടുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഞാൻ സമർപ്പിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഒത്തിരി ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു നല്ല സൗകര്യമുള്ള ജീവിതം വേണമെന്നോ എല്ലാ സുഖസൗകര്യങ്ങളും വേണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ലോകത്തിൻ്റെതായ ഒരു ഡിമാൻഡും വെക്കാതാണ്, ഒരു പ്രതീക്ഷയും അർപ്പിക്കാതെയാണ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ കൈമാറിയത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കും, പലപ്പോഴും നാം പറയാറുള്ളത് പോലെ അതൊരു ഡിവൈൻ എക്സ്ചേഞ്ച് ആയിരുന്നു. ഒരു തകർന്ന ജീവിതം ബലിഷ്ഠനായ ഒരുവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത ഒരനുഭവം. ഈ ഭൂമിയിൽ മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഏറ്റെടുത്ത നല്ലവനായ ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ കാലങ്ങളെല്ലാം നടത്തി. ഞാൻ ഇന്ന് നിങ്ങളോട് അനുഭവത്തോടെ പറയുമ്പോൾ ഈ ലോക ജീവിതത്തിൽ എന്നെ ഏറ്റവും ബലപ്പെടുത്തിയത് തൻ്റെ ജീവനുള്ള വചനമാണ്. കാരണം ഞാൻ ഓർക്കുന്ന ഈ തിരുവചനത്തിൽ കണ്ണോടിക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. ഈ വചന ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഓരോ വാക്യങ്ങളിലൂടെ പലപ്പോഴും ഞാൻ ഓർക്കും, ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതും ഈ വചനം എന്നെ ബലപ്പെടുത്തുന്നതും എൻ്റെ ഹൃദയത്തിൻ്റെ എവിടെയൊക്കെയോ മറിഞ്ഞു കിടക്കുന്ന സങ്കടങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ വചനം വിരൽ ചൂണ്ടുന്നതും ദൈവവചനം തരുന്ന സമാധാനവും ദൈവവചനം തരുന്ന സന്തോഷവും ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിൽ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കുന്നതുമെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആളയച്ചു വരുത്തുകയാണ്. എന്തിനാണ്? ദൈവത്തിൻ്റെ വചനം കേൾപ്പീനെന്ന്. ദൈവവചനം നിരന്തരം നാം കേൾക്കണം. ഈ ദൈവത്തിൻ്റെ വചനം നാം നിരന്തരം വായിക്കണം. എന്നോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്താണ്? എന്നെ കേൾപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം എന്താണ്? പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, വചനം കേൾക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നുണ്ട്, 20-ാം വാക്യത്തിൻ്റെ തൊട്ട് അടുത്ത വാക്യം, നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തിക്ക് താന്താൻ്റെ കൂട്ടുകാരത്തിയെ പ്രലാപവും അഭ്യസിപ്പീനെന്ന്. കാരണം അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞാനതിനെ ഇങ്ങനെ പറയും, വീതിയേറിയ സ്ഥലങ്ങളിൽ നിന്നും വിശാല സ്ഥലത്തിൽ നിന്നും മരണം, പൈശാചികൻ്റെ കരങ്ങൾ നമ്മുടെ അരമനകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഹോസ്റ്റലുകളിലേക്ക്, അവർ പഠിക്കുന്ന കോളേജിലേക്ക്, അവർ പഠിക്കുന്ന മുറികളിലേക്ക്, അവർ നോക്കുന്ന ഫോണുകളിലേക്ക്, അവർ ഉപയോഗിക്കുന്ന പലതിലേക്കും, വീതികളിൽ നിന്നും വിശാല സ്ഥലത്തു നിന്നും ശത്രുവായ പിശാചിൻ്റെ കറുത്ത കരങ്ങൾ അവരുടെ അരികത്തേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തലമുറയെ വിലാപം അഭ്യസിപ്പിവീൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം.
ഞാൻ വായിച്ചു. ചാൾസ് സ്പർജൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ ദൈവത്തെ അറിയണമെന്ന്. ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും ക്രിസ്തുവിനോട് ചേരുവാൻ രാത്രിയെക്കുറിച്ച് അദ്ദേഹം പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മക്കളായ 2 പേരും ഈ ലോകത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ സുവിശേഷകരായി ഇന്ന് ജീവിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിത് പറയുമ്പോൾ ദൈവത്തിന് മഹത്വം. നാം ഓർക്കുക, നമ്മുടെ തലമുറകളെ ഓർത്ത് കരയുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. കാരണം തലമുറയെ വിലാപം അഭ്യസിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കും, ഏതൊരു കുഞ്ഞുങ്ങൾക്കും അമ്മമാരോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അമ്മമാരോടൊരു അടുപ്പമുണ്ട്. ഏതെങ്കിലും സമയത്ത്, പ്രിയപ്പെട്ടവരെ, അവർ എത്ര നിഷേധികളാണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വാടിയ മുഖവും നമ്മുടെ തകർന്ന ഹൃദയവും എപ്പോഴെങ്കിലും കാണാൻ ഒന്ന് സാധിക്കുന്ന ഒരവസ്ഥ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അമ്മമാരായ നാം വചനം കേട്ടിട്ടിന്ന് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. വീതികളിൽ നിന്നും ആ വിശാല സ്ഥലത്ത് നിന്നും മരണം അരമനകളിൽ കൂടി കടന്ന് നമ്മുടെ അരികത്തേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ട് ലോകപ്രകാരം ശാരീരിക മരണത്തെക്കാൾ ഉപരിയായി പാപം കടന്ന് ഇന്ന് അനേക യൗവനക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ നിന്ന് വേർപാടില്ലാതെ, വചനത്തിന് ദാഹമില്ലാതെ, കൂട്ടായ്മകളോട് അടുക്കാതെ, ദൈവമക്കളോട് ബന്ധമില്ലാതെ അനേക തലമുറ ഇന്ന് നശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ആഹ്വാനം തരികയാണ്. നമ്മുടെ തലമുറയെ, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പുത്രിമാരെ വിലാപം അഭ്യസിപ്പിപ്പീനെന്ന്. എന്താണ് വിലാപം? പാപത്തെ ഓർത്തുള്ള കരച്ചിൽ, അരിഷ്ടതയോടെയുള്ള കരച്ചിൽ, വചനത്തിൽ വിറയ്ക്കുന്ന ഒരു അനുഭവം. ജീവനുള്ള ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം. ഞാൻ എവിടെ ഇരുന്നാലും, ഏത് വിശാല സ്ഥലത്ത് നിന്ന് പാപത്തിൻ്റെ വിളി എൻ്റെ നേരെ വന്നാലും, ദൈവമേ, എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ടുള്ള ബോധ്യം. ഒരിക്കലും ഞാൻ എന്നെ തന്നെ പാപത്തിന് വിൽക്കുകയില്ല എന്ന് ഒരു വിലാപം നമ്മുടെ തലമുറയ്ക്ക് അഭ്യസിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുകയാണ്. പുത്രിമാരെ വിലാപം അഭ്യസിപ്പിപ്പീനെന്ന്. ഇന്ന് നാം ഓർക്കും, നമ്മുടെ തലമുറകളെ ലോകപ്രകാരം പലതിലേക്കും മുന്നിൽ നിർത്താൻ നാം ആഗ്രഹിക്കും. പക്ഷേ അവർ വചനം വായിക്കുന്നുണ്ടോ? അവർ ദൈവത്തോട് അടുത്താണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം അവർ കൈകളിൽ എടുക്കുന്നുണ്ടോ? ദൈവത്തോടവർ ചേർന്നാണോ ജീവിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അരുതാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? നമുക്കതിൽ തീഷ്ണതയുണ്ടോ? നമുക്കതിൽ ആവലാതിയുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളം പിടയ്ക്കാറുണ്ടോ? നാം അതോർത്ത് ഏകാന്തതയിൽ ഇരുന്ന് കരയാറുണ്ടോ? കർത്താവേ, എൻ്റെ തലമുറ നിന്നെ അറിയാതെ ജീവിക്കുന്നു കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നാം ആരെല്ലാം തകർന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാറുണ്ട്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ പുത്രിമാരെ വിലാപം അഭ്യസിപ്പിപ്പീനെന്ന്. കാരണം പ്രവാചകൻ അറിയാമായിരുന്നു, ദൈവസന്നിധിയിൽ അനുദപിച്ച് കരയുന്ന ഒരു പൈതലിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിൻ്റെ കരം ഏറ്റെടുത്ത് നടത്തുമെന്ന്, ദൈവത്തിൻ്റെ കരം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, അതിശയങ്ങൾ ചെയ്യുമെന്ന്. അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുമെന്ന് അറിയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്. നമുക്കും ദൈവസന്നിധിയിൽ ഇന്നൊരു തീരുമാനം എടുക്കാം. കർത്താവെ, ഞങ്ങൾ പലതിനെ ഓർത്തും വിചാരപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് അവിടുന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ, കർത്താവെ, ശരിയായും ഒരു അനുതാപത്തിലേക്ക് വരുവാൻ, തകർന്ന ഹൃദയത്തിലേക്ക് വരുവാൻ ഞങ്ങളെ തന്നെ നിന്റെ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ പറയും, അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഞാൻ ഓർക്കും, എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ, ദൈവമുഖം തേടുന്നതിൻ്റെ, ദൈവശബ്ദം കേൾക്കുന്നതിൻ്റെ, എല്ലാ പ്രഭാതത്തിലും എൻ്റെ യേശുപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ വില ഞാൻ ഓരോ കാര്യത്തിലും അനുഭവിക്കാറുണ്ട്. ഒരു ജോലി ദിവസം ഞാൻ ഓർത്തു, ഞാൻ ആ ജോലി ദിവസം പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾക്ക് ജോലി ഇടുമ്പോഴെല്ലാം മുമ്പേ ഞാൻ ചിന്തിക്കും, ഏറ്റവും പ്രയാസമുള്ളൊരു സ്ഥലത്താണല്ലോ ഞാൻ ഇന്ന് പോയി നിന്ന് ചെയ്യേണ്ടതെന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അന്ന് പോയത്. കർത്താവേ, എനിക്ക് പ്രയാസമുള്ളൊരു സ്ഥലമാണല്ലോ അവിടെ. എന്നാൽ ഞാനന്ന് അനുഭവിച്ചത്, ഈ ഒരാഴ്ചയിലെ എൻ്റെ ജോലിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചൊരു ദിവസമായിരുന്നു.
കാരണം എപ്പോഴും ഞാൻ ഓർക്കും, ഒരു പേഷ്യൻ്റ് എപ്പോഴും BP ഡൗൺ ആയി പോകുന്ന ഒരു പേഷ്യൻ്റ്, ട്രീറ്റ്മെൻ്റ് ഒന്നും ശരിയായി ചെയ്യാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് എനിക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിന് ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം എന്നോടൊരു ബ്ലാങ്കറ്റ് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ആ ബാഗിനുള്ളിൽ വാച്ച്മാനിയുടെ ഒരു ഗ്ലോറിയസ് ചർച്ച് എന്ന പേരിലുള്ളൊരു പുസ്തകം ബാഗിലുണ്ടായിരുന്നു. ഞാൻ ആ പുസ്തകം കയ്യിലെടുത്ത് അത് ജസ്റ്റ് ഒന്ന് വിടർത്തി അതിലെ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചു. സാത്താൻ്റെ പ്രവർത്തന മണ്ഡലം ഈ ഭൂമിയാണെന്ന്. ആ ഒരു വാക്ക് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. സാത്താൻ്റെ പ്രവർത്തന മണ്ഡലം വേറെ ഏതെങ്കിലും ഒരു സ്പേസ് ഒന്നും അല്ല, ഈ ഭൂമി തന്നെയാണെന്ന്. അത് ഞാൻ അദ്ദേഹത്തെ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി എ ക്രിസ്ത്യൻ എന്ന്, നിനക്കൊരു ക്രിസ്ത്യാനിയാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു ബോൺ അഗെയിൻ ക്രിസ്ത്യനാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ യേശുവിന് എൻ്റെ ജീവിതം ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും യേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധവുമെല്ലാം ഞാൻ 1-2 വാക്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ കണ്ടു, മെഷീനിലെല്ലാം അദ്ദേഹത്തിൻ്റെ BP കുറവായിരുന്നു. പക്ഷേ ഞാനിത് പറഞ്ഞത് മാത്രയിൽ ആ മനുഷ്യൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കണ്ടു, അദ്ദേഹത്തിൻ്റെ BP മോണിറ്റർ ചെയ്യുമ്പോൾ BP കയറി വരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ BP എല്ലാം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണോണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉള്ളിൽ കയറി വന്ന് ഈ കമ്പ്യൂട്ടറിലേക്കും ലാപ്ടോപ്പിലേക്കും അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മെഷീനിലേക്കെല്ലാം നോക്കിക്കൊണ്ട് അവരിങ്ങനെ അത്ഭുതത്തോടെ ചോദിച്ചു, ഇന്ന് എന്താണ് ഇങ്ങനെയെന്ന്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് യേശുവിനെക്കുറിച്ച് സംസാരിച്ചു, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എവിടെയെല്ലാം പേറിക്കൊണ്ട് നിൽക്കുന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുവാൻ കർത്താവിനെ സഹായിക്കുന്നു. ഞാൻ ഈ സമയത്തും ഞാൻ നിങ്ങളുടെ മുമ്പാകെ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവ് എന്നെയും ആളയച്ച്, പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെയും വിളിച്ച് അവൻ്റെ തൃപ്പാദത്തിലിരിക്കുകയാണ്. ഞാൻ നല്ലവളായതുകൊണ്ടല്ല, എൻ്റെ കുടുംബം നല്ലതായതുകൊണ്ടല്ല, എൻ്റെ സാഹചര്യങ്ങൾ നല്ലതായതുകൊണ്ടല്ല, എന്നാൽ എന്നിൽ കൂടെ ചവിട്ടി നിന്നുകൊണ്ട് ഒരത്ഭുതം ചെയ്യാമെന്ന് ആശ വെച്ചുകൊണ്ട് എൻ്റെ കർത്താവ് തൻ്റെ തൃപ്പാദത്തിലേക്ക് എന്നെ വിളിക്കുമ്പോഴും ഞാൻ ആ ശബ്ദത്തിന് എന്നെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട്, കർത്താവെ, ഭൂമിയിൽ ആരെയും നോക്കാതെ യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളിലേക്ക് ഒരു പാട്ടിൻ്റെ വരി നമ്മളെപ്പോഴും പാടാറുള്ളതാണ്. എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു, പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപശിക്ഷകളേറ്റ ദേവാത്മജ എന്ന് പാടുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവെ, എത്ര വലിയ സമാധാനമാണ് എൻ്റെ ഉള്ളിലേക്ക് ഓടി ഇറച്ച് കയറി വന്നത്. പാപത്തിൽ നിന്ന് എന്നെ കോരിയെടുക്കുവാൻ ശാപശിക്ഷകളേറ്റ ദേവാത്മജ. ഞാനിന്ന് പറയുന്ന നാം കൊടുംപാപികളായിരിക്കും. രഹസ്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പുകഴാൻ ഒരു നന്മയുമില്ലായിരിക്കും. നല്ലതാണെന്ന് പറയുന്ന ഒരാൾ പോലും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരിക്കില്ല. എങ്കിൽ തന്നെയും ഞാൻ ഓർക്കുന്നു, പാപിയായ എന്നെ ഏറ്റവും നരകക്കിഴിയിൽ നിന്ന് കോരിയെടുക്കുവാൻ ശാപശിക്ഷയേറ്റ ഒരുവൻ നമുക്കുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം കൊടുത്തുകൊണ്ട് തീരുമാനമെടുക്കാം. കർത്താവെ, പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുവാൻ, കർത്താവെ, ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഇടയിൽ, നല്ലവരുടെയും ചീത്തവരുടെയും ഇടയിൽ, വിശ്വാസികളുടെയും അവിശ്വാസികളുടെ ഇടയിലും, എന്നെ മാനിക്കുന്നവരുടെയും മാനിക്കാത്തവരുടെയും ഇടയിൽ, കർത്താവെ, അവിടുന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ശബ്ദം കേൾപ്പിച്ച് ഈ തലമുറയിൽ, എൻ്റെ കർത്താവെ, നിൻ്റെ വചനം കേട്ട് വരും തലമുറയെ വിലാപം അഭ്യസിപ്പിക്കുന്നവരായി നിൽക്കുവാൻ കർത്താവെ, ഞങ്ങൾക്ക് നിൻ്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കാം. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.